പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തമായ സന്ദേശങ്ങൾ വെളിപ്പെടുത്തൽ നൽകും. ഇന്നലകളും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചൊക്കെ കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തുകൾ പ്രാർത്ഥനയിൽ നമുക്ക് നൽകും. വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആത്മാവിനറിയാം. ദൈവമാണ് അവിടെ നമ്മോട് സംസാരിക്കും. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, ഇനി നടക്കാനുള്ള കാര്യങ്ങളും ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കാനുള്ളതുമുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ സമയത്തിൽ അതൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവ് 12 വിധ മാർഗങ്ങളിലാണ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപാടുകൾ, തോന്നിപ്പുകൾ, അനുഭവങ്ങൾ, എഴുതി കാണിക്കുക, ടെലിവിഷൻ കാണുക, വൈകാരിക അനുഭവങ്ങൾ, ദർശനാനുഭവങ്ങൾ, അതുപോലെ അടയാളങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ അർത്ഥം തന്നുകൊണ്ട്, പിന്നെ എഴുതി കാണിക്കുക. വ്യത്യസ്തമായ വിധത്തിൽ ആത്മാവ് നമ്മോട് സംസാരിക്കും. പല അടയാളങ്ങളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അനുഭവം തന്ന കർത്താവ് നമുക്ക് വെളിപ്പെടുത്തും. അനുഭവം നമുക്ക് നൽകും. ഞാൻ ഓർക്കണം, ഒരിക്കൽ അനേക വർഷങ്ങൾക്ക് മുമ്പാട്ടോ, ഇപ്പോൾ ഒരു 10 വർഷത്തിന് പുറകിലായി, ഹൈറേഞ്ചിലെ എല്ലക്കല്ല് അവിടെ ഒരു ധ്യാനസ്ഥൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ധ്യാനം നടക്കുകയാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥനയിൽ സമയത്ത് ഞാനൊന്ന് മയങ്ങിപ്പോയി. അപ്പം ഞാനൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ മുൻഭാഗത്ത് 2 പൈലറ്റുമാരാണ്. ഞാൻ അവിടെ ഒരു സീറ്റിലിരിക്കുക. ഒരു സീറ്റിൽ തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾ വിമാനം പറപ്പിക്കുക. വിമാനം ഇങ്ങനെ താന്ന് പറക്കുക. അപ്പം ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുക. ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ആ ഫ്ലൈറ്റ് പറക്കുന്നതും ആ ഫ്ലൈറ്റിൻ്റെ ഷിവറിങ്ങും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു മയക്കത്തിലേക്ക് ഞാൻ വീണ് പോയിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. വിമാനം ഇങ്ങനെ താന്ന് പറക്കുമ്പോൾ ഞാനിങ്ങനെ കാണുകയാണ് ജെറുസലേം, വിശുദ്ധ നാട്, ഹോളി ലാൻഡ്. ഞാനിങ്ങനെ കാണുകയാണ്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണർന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണർന്നു. അവൻ പരിശുദ്ധാത്മാവിനോട് പറയണം, നിന്നെ ഞാൻ ഹോളി ലാൻഡിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയാണ്, നിന്നെ ഞാൻ ഹോളി ലാൻഡിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത്ഭുതമായിട്ട് ഹോളി ലാൻഡിൽ കടിയുക അച്ഛൻ്റെ ട്രിപ്പിനൂടെ പോയി. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി. അപ്പോൾ ഈ വ്യാഴാഴ്ച അച്ഛൻ്റെ ഒരു അടുത്ത ട്രിപ്പുണ്ട് ഹോളി ലാൻഡിന്. ആ ട്രിപ്പിൽ ഞാനും പോകുന്നുണ്ട്. നാളെ രാത്രിയിൽ ഞങ്ങൾ പോകും. 9 ദിവസത്തെ പ്രോഗ്രാം, ഹോളി ലാൻഡ് ട്രിപ്പ് പോവുക. ഇത് 5ാമത്തെ തവണയാണ്. അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയണം, നിന്നെ ഞാൻ ഹോളി ലാൻഡിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞത്, ആ വിമാനത്തിൻ്റെ ഉള്ളിരിക്കുന്നൊരു ഫീലിങ്ങും ആ അനുഭവം. ഇങ്ങനെ ഞാൻ താഴേക്ക് നോക്കി. ഇപ്പോൾ ഞാൻ ആ വിഷൻ കാണുന്നുണ്ട്. താഴേക്ക് നോക്കി ഇതെല്ലാം ഞാൻ ഇങ്ങനെ കാണുന്നു. വിമാനത്തിൽ നിന്ന് ഇങ്ങനെ കാണുകയാണ്. പരിശുദ്ധാത്മാവ് അതൊരു അനുഭവം തന്ന. ഹല്ലേലൂയ. അതുപോലെ ജനനം, മരണം, ഇന്നലകൾ, നാളുകൾ ഒക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. മരണം വെളിപ്പെടുത്തി ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സംഭവങ്ങൾ. കൃത്യമായിട്ട് മരണത്തിൻ്റെ മെസ്സേജ് കർത്താവ് മെസ്സേജ് തന്ന ആർക്കുണ്ടി മെസ്സേജ് ഒന്നും അവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടുമുണ്ട്. കൃത്യമായ ഷാർപ്പായിട്ടുള്ള മെസ്സേജ്, ഒരു വ്യത്യാസം വന്നിട്ടില്ല. മരണത്തിൻ്റെ സന്ദേശം, ശുശ്രൂഷകൾ, ഏത് രാജ്യത്തേക്ക് ഇനി കർത്താവ് തുറക്കാൻ പോകുന്നു, അതെല്ലാം കർത്താവ് മുന്നേ മെസ്സേജ് നൽകും. ഒരു 16 വർഷം മുൻപ്, 17 വർഷമായി, പാല താബോർ ധ്യാന മന്ദിരത്തിൽ നമ്മുടെ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിൻ്റെ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ ടീമങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. അപ്പം അന്ന് എൻ്റെ ടീമിനുണ്ടായിരുന്ന റോയി എന്ന് പറയുന്ന സഹോദരൻ പറയണം, ബ്രദറെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഹൂസ്റ്റൺ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഹൂസ്റ്റൺ അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ദൈവം അമേരിക്കയായിട്ട് എന്തോ ഒരുക്കുന്നുണ്ട്. ഞാൻ അമേരിക്കയിലെ ധ്യാനം കർത്താവ് ഒരുക്കുന്ന മെസ്സേജ് ഉണ്ട്, അപ്പം അതായിരിക്കും എന്ന് പറഞ്ഞു. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീഴ്ചയിലെ കൈ ഒടിഞ്ഞിട്ട് ഈ വിരലുകളൊന്നും വിവരത്തിലാതെ ഇങ്ങനെ ഇരിക്കുക. ഹീലിങ്ങിൻ്റെ സമയത്ത് കർത്താവ് തൊട്ടു, ആ വിരലുകളെല്ലാം നുറുന്നു. അദ്ദേഹം അവിടെ സാക്ഷ്യം പറഞ്ഞു. ഇടവേള സമയത്ത് ആ വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട്
എന്നോടൊക്കെ പരിചയപ്പെടാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ അമേരിക്കയിലാണ്, അമേരിക്കയിലെ ഹൂസ്റ്റണിലാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞായറാഴ്ച കർത്താവിൻ്റെ മെസ്സേജ് എന്താ? ഹൂസ്റ്റൺ. ഞാൻ പറഞ്ഞു, ഞായറാഴ്ച കർത്താവ് ഇങ്ങനെ മെസ്സേജ് വന്നിരുന്നു, ഹൂസ്റ്റൺ. പിന്നെ അദ്ദേഹം എന്നോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്, ഞാൻ വിസയ്ക്കുള്ള പേപ്പേഴ്സ് എല്ലാം അയക്കാം, അമേരിക്കയിൽ വിസ കിട്ടിയ ധ്യാനത്തിന് വരാമെന്ന് ചോദിച്ചു. അവന് കർത്താവിൻ്റെ മെസ്സേജ് ഉണ്ട്, ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് പോയി പേപ്പറൊക്കെ അയച്ചു. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 10 വർഷത്തെ വിസ എനിക്ക് അടിച്ചു കിട്ടി. ഹല്ലേലൂയ. ഇനി അത് അവിടെ നിൽക്കട്ടെ. അന്ന് പരിചയപ്പെട്ടു. അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച ധ്യാനം തുടങ്ങി. തിങ്കളാഴ്ച ഉച്ചക്കത്തെ ഊണിൻ്റെ സമയത്ത് ഞാൻ പോയി ഇങ്ങനെ ചോറിനാനായിട്ട് ഇങ്ങനെ പോകാനായിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പം ഒരു സ്വരം കേൾക്കുകയാണ്, കെന്നഡി എയർപോർട്ട്. ഇങ്ങനെ സ്വരം കേൾക്കുകയാണ്. എൻ്റെ അടുത്ത് വേറെ ആരുമില്ല. കെന്നഡി എയർപോർട്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് അമേരിക്കയിലാണല്ലോ കെന്നഡി എയർപോർട്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു കെന്നഡി. ലെബഡിയേറ്റ് മരിച്ച കത്തോലിക്ക പ്രസിഡന്റ് ആയിരുന്നു, ആദ്യത്തെ കത്തോലിക്ക പ്രസിഡന്റാണ് കെന്നഡി. അപ്പം ഞാൻ ഇത് കേട്ടു. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ പോയി അല്പസമയം ഇങ്ങനെ നിവർന്ന് കിടക്കുക. കട്ടിലിങ്ങനെ ഒന്ന് കിടന്നൊന്ന് മയങ്ങി. അപ്പോൾ ഞാനൊരു വിഷൻ കാണുകയാണ്. ഒന്ന് മയങ്ങിപ്പോയി. ആ വിഷൻ ഇതാണ്, അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ്. അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ കയറി ചെല്ലുന്നു. അദ്ദേഹം കൈ നീട്ടി തരിക. അപ്പോൾ ഞാൻ കൈ കൊടുത്തു, ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. അമേരിക്കയുടെ ഫ്ലാഗ് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പാറുന്നൊരു വിഷൻ ഇങ്ങനെ കാണുകയാണ്. ഇത്ര ഞാൻ ഈ വിഷൻ കണ്ടത് ഉച്ചയ്ക്ക് കിടന്ന സംഭവം. അന്ന് വൈകിട്ടാണ് ഹീലിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ഈ വ്യക്തി എൻ്റെ അടുക്കൽ വരുന്നത്. ഹല്ലേലൂയ. ഇനി ബാക്കിയുടെ വിസ കിട്ടി. ആദ്യത്തെ ധ്യാനങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ധ്യാനം ഫ്ലോറിഡയിലാണ് ആദ്യ ധ്യാനം നടക്കാൻ പോകുന്നത്. അപ്പം ഫ്ലോറിഡയ്ക്കുള്ള ടിക്കറ്റുകൾ അയച്ചു തന്നു. അപ്പം ഞാനും എൻ്റെ കൂടെ ഒരു അച്ഛനും ഉണ്ട്, ഞങ്ങൾ ധ്യാനത്തിന് പോവാം. ആദ്യം ഞാൻ അമേരിക്കയിൽ ഇറങ്ങുന്നത് കെന്നഡി എയർപോർട്ടിലാണ്. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിനാണ് ഫ്ലോറിഡയ്ക്ക് പോകുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ദൈവാത്മാൻ്റെ വെളിപ്പെടുത്തലിൻ്റെ. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് 14-15 മണിക്കൂർ യാത്രയുണ്ട്. കെന്നഡി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നേരത്ത് ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തു, വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം കെന്നഡി JFK കെന്നഡി ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് ഇംഗ്ലീഷിൽ അനൗൺസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത്, താബോറിൽ വെച്ച് ഞാൻ കേട്ട ആ സ്വരം, കെന്നഡി എയർപോർട്ട്. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മ എത്ര കൃത്യമായിട്ട് സംസാരിക്കുന്നത്. ആ കെന്നഡി എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്ലോറിഡായി പോയി ആദ്യത്തെ ധ്യാനം നടത്തുകയാണ്. ആദ്യത്തെ ധ്യാനത്തിൻ്റെ അന്ന് അത് കഴിഞ്ഞു. 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ഞാനിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ അനേകം തവണ അമേരിക്കയിൽ വന്ന് ധ്യാനം നടത്തിയിട്ട് മടങ്ങിപ്പോകും. അതുപോലെ സംഭവിച്ചുകൊണ്ടോ? അതുപോലെ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെച്ചത്. അനേക തവണ US പോയി ധ്യാനങ്ങൾ നടത്തി മടങ്ങി വരാനായിട്ട് കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ മഹത്വം. അത് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുപോലെ എത്രയോ അനുഭവങ്ങൾ, മറ്റൊരു അനുഭവം ഓർത്ത് പറയാം. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ആ 3 കുട്ടികളുണ്ടായ സോയ മറന്നുപോയി, ജിസോ അതെ, ജിസു എന്ന് പറഞ്ഞൊരു മകള് നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്താണ്. 3 കുട്ടികൾ. കമ്പ്യൂട്ടർ ശരിയായിരുന്നോ ബിജു? ആയിരുന്നു അല്ലേ? ഓക്കെ. ജിസോ എന്ന് പറയുന്ന ഒരു മകള് ഭർത്താവുമായിട്ട് ധ്യാനിക്കാൻ വന്നു. അതായത് ഭർത്താവിന് തലച്ചോറിൽ 2 ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വെന്റിലേറ്ററായി, അങ്ങനെ അബോധാവസ്ഥയിലായി, തീർത്തും കിടപ്പായി പോയി. മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ ധ്യാനം കൂടാനായിട്ട് വന്നു. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ധ്യാനത്തിൽ കർത്താവ് ആ മകനെ തൊട്ടു. അവൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. ജിതേഷ് എന്ന് പറഞ്ഞ പേര്. അങ്ങനെ നടക്കാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞു. പോകുന്നതിന് മേലെടുക്ക വന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മക്കളില്ലേ? മക്കളെ ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അനുഗ്രഹിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ കർത്താവ് തരും, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ധ്യാനം കഴിഞ്ഞു. ഞാൻ ഒരു ധ്യാനം കൂടെ കൂടണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ മാസം വന്ന് ഒരു ധ്യാനം കൂടെ കൂടി. ഇവള് ഗർഭിണിയായി. സ്കാനിങ്ങിൽ അവിടെ ഗർഭപാത്രത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. അബ്രഹാം, ഇസഹാക്ക്, ആ പെങ്കൊച്ചിൻ്റെ പേരിന് റൂത്ത്. അബ്രഹാം, ഇസഹാക്ക്, റൂത്ത്, 3 കുട്ടികൾ. എൻ്റെ സാക്ഷ്യം കിടപ്പുണ്ടായിരുന്നു അവിടെ. ഇന്ന് കമ്പ്യൂട്ടർ എന്തോ മിസ്റ്റേക്ക് ഒന്നും അല്ല, നിങ്ങളെ കുറേ സാക്ഷ്യം കാണിക്കായിരുന്നു. അപ്പം 3 കുട്ടികൾ അവർക്ക് ജന്മം കൊടുത്തു. ഞാൻ പറയുന്നത്,
ഞങ്ങൾ നാഗപ്പുഴ കൺവെൻഷൻ നടത്തുമ്പോൾ ഇവൾ ബെഡ് റെസ്റ്റിലാണ്. എന്നെ വിളിച്ചു, ഇങ്ങനെ ബെഡ് റെസ്റ്റിലാണ്, ബ്രദറിനെ കണ്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു നാഗപ്പുഴ കൺവെൻഷൻ, ഇവിടെ തൊടുപുഴ തഴുവങ്കുന്ന് സ്വദേശിയാണ്, നാഗപ്പുഴ കൺവെൻഷൻ ഉണ്ട്, അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നാഗപ്പുഴയ്ക്ക് ഇവിടെ വന്നു കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവരുമായിട്ട് കണ്ടു. ഞാൻ ഇവിടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുകയാണ് നോർമൽ ഡെലിവറി, മിടുക്കരായ 3 കുഞ്ഞുങ്ങൾ, 2 പെണ്ണ് 1 ആണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നോർമൽ ഡെലിവറിയാണ്, ഒന്നും പേടിക്കണ്ട, മിടുക്കരായ കുഞ്ഞുങ്ങൾ, 2 പെണ്ണ് 1 ആണ്. 2 ആണ് 1 പെണ്ണ്, 2 ആണ് 1 പെണ്ണ്. 2 ആൺകുട്ടിയുണ്ട്, 1 പെൺകുട്ടി ഈ വയറ്റിനകത്തുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ കിട്ടും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ 2 ആണും 1 പെണ്ണും. ഒരു കുഴപ്പം. അപ്പോൾ കർത്താവ് മുന്നമേ ആ മെസ്സേജ് തന്നു, അവരതിൽ വിശ്വസിച്ചു, അതിനെ പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ല, നോർമൽ ഡെലിവറി കർത്താവ് കൊടുക്കുക. അത് കൃത്യമായിട്ട് കർത്താവ് കുഞ്ഞുങ്ങളുടെ എണ്ണവും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരികയാണ്, ആണാണോ പെണ്ണാണോന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ജീവിതത്തിന് മേലെ വെളിപ്പെടുത്തി തന്ന അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും